നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ശക്തമായ കാറ്റിൽ തുഞ്ചൻപറമ്പ് ഓഡിറ്റോറിയത്തിന് മുകളിൽ കൂറ്റൻ മരം കടപുഴകി വീണു. പുറത്തൂർ കളൂരിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. തിരൂർ അന്നാര കരുവാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി മഹാശ്രീചക്ര പൂജ നടത്തി. തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സ് ദിനം ആചരിച്ചു. അസോസിയേഷൻ ഓഫ് തേർഡ് വേൾഡ് സ്റ്റഡീസ് സൗത്ത് ഏഷ്യ ചാപ്റ്ററിന്റെ 26ാമത് അന്താരാഷ്ട്ര സമ്മേളനം മെയ് 15 മുതൽ 17 വരെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നടക്കും. അക്ഷരശ്ലോക കലയെ ഉപാസനയാക്കുന്ന സമൂഹം വളർന്നു വരണമെന്ന് ഗ്രന്ഥകാരനും കവിയുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. വിശദമായ വാർത്തകൾ. ശക്തമായ കാറ്റിൽ തുഞ്ചൻപറമ്പ് ഓഡിറ്റോറിയത്തിന് മുകളിൽ കൂറ്റൻ മരം കടപുഴകി വീണു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. രാത്രിയായതിനാൽ ഓഡിറ്റോറിയത്തിൽ പരിപാടികളൊന്നും നടക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലാണ് തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിന് മുകളിൽ 50ലേറെ വർഷം പഴക്കമുള്ള ദേവതാരം എന്ന മരം മറിഞ്ഞു വീണത്. ആയുർവേദ മരുന്നുകൾക്കായി ഉപയോഗിക്കുന്ന ഔഷധമൂല്യമുള്ള മരമാണ് ദേവതാരം. രാത്രിയായതിനാലും ഓഡിറ്റോറിയത്തിൽ പരിപാടികളൊന്നും നടക്കാതിരുന്ന സമയമായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വെട്ടം ന്യൂസ്, തിരൂർ. പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പുറത്തൂർ കളൂർ പരേതനായ കോഴിപ്പുറത്ത് കുഞ്ഞുമോന്റെ ഭാര്യ കുഞ്ഞിമയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് ഇവരെ പാമ്പ് കടിച്ചത്. വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ചാണ് ഉഗ്രവിഷമുള്ള അണലി ഇവരുടെ കാലിൽ കടിച്ചത്. തുടർന്ന് ഛർദി അനുഭവപ്പെട്ടതോടെ ആലത്തിയൂരിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. രോഗം ഗുരുതരമായതോടെ പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ചാണ് തിങ്കളാഴ്ച രാത്രിയോടെ മരണം സംഭവിച്ചത്. കിഡ്നി അടക്കമുള്ള ആന്തരിക അവയവങ്ങളെ വരെ വിഷം ബാധിച്ചിരുന്നു എന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇവരെ കടിച്ച പാമ്പിനെ സ്ഥലത്ത് വെച്ച് പിന്നീട് പിടികൂടുകയായിരുന്നു. മയ്യത്ത് ഖബറടക്കം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പുറത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. വെട്ടം ന്യൂസ്, പുറത്തൂർ. തിരൂർ അന്നാര കരുവാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി മഹാശ്രീചക്ര പൂജ നടത്തി. വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ ദർശനത്തിനായെത്തി. ആലപ്പുഴ സൂര്യനാരായണ താന്ത്രിക പീഠത്തിലെ മുഖ്യ ആചാര്യൻ കിടങ്ങാംപറമ്പ് സുമേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. കുങ്കുമാർച്ചന, ലളിത സഹസ്രനാമാർച്ചന, മഹാത്രിപുരസുന്ദരി പുഷ്പാഞ്ജലി, വിദ്യാമന്ത്ര പുഷ്പാർച്ചന എന്നിവയും നടന്നു. ഭക്തജനങ്ങൾക്ക് അന്നദാനവും നടത്തി. കരുവാട്ടുകാവ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയാണ് മഹാശ്രീചക്ര പൂജ സംഘടിപ്പിച്ചത്. ക്ഷേത്രമൂരാളൻ ഡോക്ടർ കുമാരി സുകുമാരൻ, കെ സന്തോഷ്, എം ബലരാമൻ, എം കെ അശോകൻ, കുന്നേക്കാട്ട് ഹരീഷ്, ഹരിദാസ്, പി പുരുഷോത്തമൻ, പി ശ്യാം, നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ.
തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സ് ദിനം ആചരിച്ചു. ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് കുട്ടി കൂടാത്ത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ ഡോക്ടർ ജയകൃഷ്ണൻ, ഡോക്ടർ ബദർ, ഡോക്ടർ മുഹമ്മദ് ജാസിം, ഡോക്ടർ അജികുമാർ, ഡോക്ടർ ആസിഫ്, മാനേജിംഗ് പാർട്ണർ ഉമ്മർ ചാട്ടുമുക്കിൽ, അഡ്മിനിസ്ട്രേറ്റർ മഷൂദ് കൂടാത്ത്, നഴ്സിംഗ് ഓഫീസർ സിന്ധു, അസിസ്റ്റന്റ് മാനേജർ ജയലക്ഷ്മി, സീനിയർ നഴ്സുമാരായ അർച്ചന, പുഷ്പ, സ്മിത, പ്രജിഷ എന്നിവർ സംസാരിച്ചു. കൂടാതെ തായ്ഫ് ദ വിമൻസ് മാൾ മാനേജർ മുസ്തഫ നഴ്സിംഗ് ഓഫീസർക്ക് ഉപഹാരം നൽകി. ജീവനക്കാരായ ഹർഷദ്, നിഖില, നസീമ, അഫ്സൽ, അഫ്ലഹ് എന്നിവർ പങ്കെടുത്തു. തായ്ഫ് ഗ്രൂപ്പിന്റെ വക കേക്ക് വിതരണവും നടന്നു. വെട്ടം ന്യൂസ്, തിരൂർ. അസോസിയേഷൻ ഓഫ് തേർഡ് വേൾഡ് സ്റ്റഡീസ് സൗത്ത് ചാപ്റ്റർ അന്താരാഷ്ട്ര സമ്മേളനവും സെമിനാറും അസോസിയേഷൻ ഓഫ് തേർഡ് വേൾഡ് സ്റ്റഡീസ് സൗത്ത് ഏഷ്യ ചാപ്റ്ററിന്റെ 26ാമത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് മെയ് 15 മുതൽ 17 വരെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വേദിയാകും. ഇത്തവണ നടത്തുന്ന അന്താരാഷ്ട്ര സെമിനാറിന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വേദിയാകുകയാണ്. മെയ് 15 മുതൽ 17 വരെയാണ് നമ്മുടെ അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നത്. 1983 അമേരിക്കയിലെ ജോർജിയ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് അസോസിയേഷൻ ഓഫ് തേർഡ് വേൾഡ് സ്റ്റഡീസ്. അതിൽ പ്രവർത്തിച്ചു വന്ന പ്രൊഫസർ അസറിയ പിന്നീട് 1995 ഇന്ത്യയിലെ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി ഇതിൻ്റെ ഒരു ശാഖ പ്രവർത്തനം ആരംഭിക്കുകയും അതാണ് അസോസിയേഷൻ ഓഫ് തേർഡ് വേൾഡ് സ്റ്റഡീസ് സൗത്ത് ഏഷ്യ ചാപ്റ്റർ എന്ന് അറിയപ്പെട്ടത്. കഴിഞ്ഞ 26 കൊല്ലങ്ങളായി വിവിധ സർവകലാശാലകളുമായി ചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്താരാഷ്ട്ര സമ്മേളനങ്ങളും സെമിനാറുകളും നടത്തിവരുന്ന സംഘടനയാണ് അസോസിയേഷൻ ഓഫ് തേർഡ് വേൾഡ് സ്റ്റഡീസ്. അമേരിക്കയിലെ ജോർജിയ ആസ്ഥാനമാക്കി 1983 പ്രവർത്തനമാരംഭിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് അസോസിയേഷൻ ഓഫ് തേർഡ് വേൾഡ് സ്റ്റഡീസ്. ഈ വർഷം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ വെച്ച് നടക്കുന്ന 26ാമത് സമ്മേളനത്തിൽ എക്സലൻസ് അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തിരുനാവായ കേന്ദ്രീകരിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളും പാരിസ്ഥിതിക ഇടപെടലുകളും നടത്തുന്ന ഉമ്മർ ചിറക്കലാണ്. പത്രസമ്മേളനത്തിൽ കോൺഫറൻസിന്റെ ലോക്കൽ സെക്രട്ടറിമാരായ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ മഞ്ജുഷ ആർ വർമ്മ, സ്കൂൾ ഓഫ് സോഷ്യോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്വപ്ന റാണി, സ്കൂൾ ഓഫ് ഫിലിം സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുധീർ സലാം, യൂണിയൻ ഭാരവാഹികളായ ഒ ശ്രീകാന്ത്, അഫ്സൽ EM, സജീവ് V എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. അക്ഷരശ്ലോക കലയെ ഉപാസനയാക്കുന്ന സമൂഹം വളർന്നു വരണമെന്ന് ഗ്രന്ഥകാരനും കവിയുമായ അരയന്നൂർ ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. വയലോപ്പിള്ളി സ്മാരക ഓൺലൈൻ ശ്ലോക കളരിയുടെ 4ാം വാർഷികം തിരൂർ തുഞ്ചൻ പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന ഒരാളും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ചില കാര്യങ്ങൾ ഈ വഴിയിൽ നടക്കുമ്പോൾ അനുഭവിച്ചത്, അറിഞ്ഞത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സന്തോഷപൂർവമായിട്ടുള്ള ഒരു അനുഭവമായിട്ട്. സംശയം ചോദിക്കാൻ, സംശയത്തിന് ഉത്തരം കേൾക്കാൻ, ആ നിലയിലേക്ക് എത്തണമെങ്കിൽ പ്രാഥമികമായിട്ട് നമ്മൾ ഏത് വഴിയിൽ കൂടെയാണ് കടന്നു വന്നത്, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് സാമാന്യമായിട്ടുള്ള ഒരു ബോധം ആവശ്യമാണ്. എന്താണ് ശ്ലോകം? കുറച്ച് പദങ്ങൾ എടുത്തിട്ട് വൃത്തത്തിൽ, വൃത്തശാസ്ത്രത്തിൽ, ഛന്ദശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അടുക്കി വയ്ക്കുന്നതാണ് ശ്ലോകം. ശ്ലോകം എന്ന് പറഞ്ഞാൽ അത് സാഹിത്യമാവണമെന്നില്ല, അത് വൈദ്യമാകാം, മറ്റ് ശാസ്ത്രങ്ങളാകാം, മോഹയാകാം, എന്തും ആകാം. നമ്മൾ ഭാഷയിൽ എഴുതുന്നത് പോലെ, മൊബൈലിലുള്ളത് പോലെ, അച്ചടി എന്ന് പറയുന്നത് പോലെ ഒരു സംവേദനത്തിനുള്ള ഒരു പ്രത്യേക മാധ്യമമായിട്ടാണ് ഈ ശ്ലോകത്തിൽ നിന്ന് അക്ഷരശ്ലോകത്തിലേക്കുള്ള മാറ്റം, വ്യത്യാസം ഈ ശാസ്ത്രം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ മാറ്റി അതിലെ സാഹിത്യ വിഭാഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നമ്മൾ ആദ്യം.
അക്ഷരശ്ലോക കലയുടെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് അദ്ദേഹം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കളരി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഈ കലയുടെ നവോത്ഥാനത്തിൽ ഓൺലൈനിൽ നടക്കുന്ന പഠനത്തിന് നല്ല പങ്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന കാവ്യോപാസന എന്ന പരിപാടിയിൽ SN കൊങ്ങോർപിള്ളി, മോഹനൻ മൂലയിൽ, സുധീർ കുമാർ, ആര്യൻ കണ്ണനൂർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളെ 40 കുട്ടികൾ പങ്കെടുത്ത ശ്ലോകാലാപനം നടന്നു. ഡോക്ടർ PK ശങ്കരനാരായണൻ, അധ്യാപികമാരായ ചിത്ര AM, പ്രീത PN എന്നിവർ സംസാരിച്ചു. ശ്രീദേവി P കൃതജ്ഞത അറിയിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.